പാട്ടുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു സ്റ്റെപ്പായി പോയി. അവിടുന്ന് വരുമ്പോഴേ ഇങ്ങനെ ഞാൻ ഇത്രയും കണ്ടസ്റ്റൻസ് ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ റിയാക്ഷൻ അല്ലേ? പരിങ്ങിപ്പോയി ഇഷ്ടപ്പെട്ടോടാ? കുഴപ്പമില്ല, എന്നാലും വരുമ്പോ ഒരു ചമ്മലല്ലേ? കുഴപ്പമില്ല, ഒപ്പിക്കാന്ന്. കേരളത്തിലെ എന്ത് ചോദിച്ചാലും അങ്ങനല്ലേ? എങ്ങനെയുണ്ട് പാട്ട്? എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? ഓ കുഴപ്പമില്ല. അയ്യോ, ഇത് ആള് മനസ്സിലാവുന്നില്ലല്ലോ. ഒരു നാണം, അതെ, ഒരു ബ്ലഷ്. ശരിക്കും ഇപ്പോഴും മനസ്സിലാവണില്ല ആളെ. ഞാൻ ആരുവാ അത്? ആരുവാ? മനുഷ്യൻ. ഓ മതങ്ങളെ സൃഷ്ടിച്ച മനുഷ്യൻ. അതെ, പച്ച മനുഷ്യനാ? അല്ല, റിയൽ ഹ്യൂമൻ. റിയൽ ഹ്യൂമൻ. പച്ചവെള്ളം എന്ന് പറഞ്ഞാൽ എന്താ? പച്ചവെള്ളം എന്ന് വെച്ചാൽ നല്ല വെള്ളം. പച്ചവെള്ളം അങ്ങനെയല്ലല്ലോ, ചീത്ത വെള്ളം. പച്ചവെള്ളം ചീത്തവെള്ളം? പച്ച കളറിലുള്ള വെള്ളം. ബേസിക്കലി പായല് പിടിച്ച വെള്ളമാണ് പച്ചവെള്ളം അല്ലേ? പച്ച കള്ളം എന്ന് പറഞ്ഞത് നല്ല കള്ളം. നല്ല രസമുള്ള നല്ല സൂപ്പർ കള്ളം. പച്ച വെള്ളം എന്ന് പറഞ്ഞാൽ പായല് പിടിച്ച വെള്ളം. കള്ളത്തിലപ്പൊ ചീത്ത കള്ളം ഉണ്ടോ? കള്ളം. കള്ളം കള്ളം വെള്ളം. നല്ല കള്ളം, ചീത്ത അല്ല, കള്ളം. കള്ളം, ആ, ചീത്ത കള്ളം. ചീത്ത കള്ളം എന്ന് വെച്ചാൽ ഒന്നിനും കൊള്ളില്ലാത്ത കള്ളം കള്ളം തന്നെ ചീത്തയല്ലേ? ആണ്. ഒരു നല്ലൊരു കള്ളം പറഞ്ഞേ. ഇങ്ങനെ കള്ളെന്ന് പറയാറില്ല. നല്ല കുട്ടിയാ. ഇപ്പൊ റീസെന്റ് പറഞ്ഞല്ലോ അമ്മയെ പറ്റിച്ച കഥ. അതെ, അത് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അമ്മ കണ്ടുപിടിച്ചോലോ. പിന്നെ ഇപ്പൊ അമ്മ എന്തായാലും കണ്ടുപിടിച്ചല്ലോ. അപ്പൊ അതുകൊണ്ട് ഇനി ഇല്ല അല്ലേ? ഏത് പാട്ടാ? ചെങ്കതളി കുമ്പിളിലെ. എന്നാ പാട്ട് കേൾക്കാം അല്ലേ? നമ്മുടെ എസ്തർ കുട്ടി പാടുന്ന സമയത്ത് പ്രേക്ഷകരെല്ലാവരും QR കോഡ് സ്കാൻ ചെയ്ത് വോട്ട് ചെയ്യാ. എസ്തർ കുട്ട, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. മഴ മറഞ്ഞേ വീണ്ടും നട തുറന്നേ മണ്ണും കുണുക്കണിഞ്ഞേ കണ്ണും കുണുങ്ങി നിന്നേ മഴ മറഞ്ഞേ വീണ്ടും നട തുറന്നേ മണ്ണും കുണുക്കണിഞ്ഞേ കണ്ണും കുണുങ്ങി നിന്നേ പറയെടുക്കടി മുറമെടുക്കടി കതിരളക്കടി കുഞ്ഞാറ്റേ കച്ചമുറുക്കടി കറ്റമെടുക്കടി ഇല്ല നിറക്കടി കുഞ്ഞാറ്റേ കുമ്പിളിലെ തേൻ കുടിക്കാൻ വാ ചെമ്പക പൂങ്കാവനത്തിൽ ചേർന്നിരിക്കാൻ വാ ചെങ്കതളി
പാടി അടിപൊളി. താങ്ക് യു. ഓക്കെ, മാർക്സും കൂടിയും കൊടുത്തോളൂ ആര്യ. അപ്പൊ ഡബിൾ ഓക്കെ ആവും. അപ്പൊ എസ്തർ കുട്ട മാർക്ക് പറയട്ടെ. ആ. ഇന്നത്തെ ആ മാർക്ക് ചെസ്റ്റ് വോയിസിനുള്ള മാർക്ക് കേട്ടോ. ഇറ്റ് ഈസ് 97 ഔട്ട് ഓഫ് 100. ചെങ്കടലിക്കുമ്പിളിലെ തേൻ കുടിക്കാൻ വാ. അപ്പൊ എസ്തർ കുട്ട, ഇനി നമുക്ക് 2 റൗണ്ടും കൂടെ ഉണ്ട് ക്വാർട്ടർ ഫൈനലിൽ മത്സരിക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ട് പോകും? യെസ്, ഞാൻ വിചാരിച്ചു നീ വീട്ടിൽ പോകുന്നു പറയുന്നത്. സെമി അവളുടെ ഒരു അമ്മേനെയൊക്കെ നോട്ടം കണ്ടിട്ട് നമ്മളെ വീട്ടിൽ ആഗ്രഹമാണല്ലേ ഏത്? മനസ്സിലാക്കിയോണേ, മീനുട്ടിയുടെ ആഗ്രഹമാണ് പറഞ്ഞത്. അയ്യോ, ഞാൻ തോറ്റിട്ട് വീട്ടിൽ പോകുന്നല്ലോ, പരിപാടി കഴിഞ്ഞ് വീട്ടിൽ പോകുന്നു ഉദ്ദേശിച്ചത്. അല്ലല്ല, അങ്ങനെയല്ല ഷൂട്ട് ഉദ്ദേശിച്ചത്. കഴിഞ്ഞിട്ട് വീട്ടിൽ മീനുട്ടി പോകും. അങ്ങനെയല്ലത്. ഇതാണ് കള്ളം പറയാ, ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് കള്ളം പറയാ. കണ്ടോ? ഞാൻ ഉദ്ദേശിച്ചത് അവള് ഷൂട്ട് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുന്നു. അടുത്ത പ്രാവശ്യം വരുമ്പോ അപ്പൊ എന്ത് ചെയ്യണം? ക്വാർട്ടർ ഫൈനലിൽ മത്സരിക്കാൻ വരുമ്പോ ശരിക്കും കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റണം. SP ഒന്നും ആവൂല. ഓക്കെ, ആവുമെന്നോ? ഞാൻ നേരത്തെ അവളുടെ അടുത്ത് പറഞ്ഞു എങ്ങനെ ഉണ്ടായിരുന്നു, കുഴപ്പമില്ല എന്നാണ്. ഞാൻ പറഞ്ഞ എന്താ കോൺഫിഡന്റ് ആയിട്ട് നന്നായിരുന്നു എന്ന് പറയാൻ പറ്റാത്തത്? അല്ല, അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഒരു SP ആയി പോവൂലേ, സ്വയം പൊങ്ങിയായി പോവൂലേ. പാപം. എന്ത് ഹൃദയായ കുട്ടി. അതെ, അടുത്ത പ്രാവശ്യം അങ്ങനത്തെ സംശയം ഒന്നും പാടില്ല കേട്ടോ. ബൈ. ബൈ.